ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കൂടുതലും പാചകമാണ്. അപ്പോൾ ദേ എഴുന്നേറ്റ പാടെ തന്നെ എനിക്ക് നാഷനുള്ള ചായയൊക്കെ ഇട്ടു. കുറേ ദിവസമായി കേട്ടോ ഒരുമിച്ചിരുന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട്. കണ്ണൻകുട്ടൻ ഹോസ്പിറ്റലിലൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ ഇരുന്നുള്ള ആ 2 ഗ്ലാസ് ചായ രണ്ടുപേരും കൂടി ഇരുന്ന് കുടിക്കുന്നതിൻ്റെ ഒരു സുഖം ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ദേ ഇടിയപ്പമാണ്, മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടയൊക്കെ പുഴുകാനായിട്ട് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ്. റേഷൻ ഉറക്കപ്പിച്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റേഷന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ. കണ്ണൻകുട്ടനെ നോക്കി അച്ഛന് ചെറിയൊരു പനി വന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇടിയപ്പത്തിന് ഇങ്ങനെ കുഴച്ച് വെക്കുമല്ലോ നമ്മൾ, ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത പരിപാടി ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്തു. അരിപ്പൊടി AVSൻ്റെ ഇടിയപ്പപ്പൊടി എങ്ങാണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളപ്പിച്ച വെള്ളം അതൊഴിച്ച് അവിടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കും കേട്ടോ. കാരണം നല്ല ചൂടല്ലേ, നമുക്ക് ഉടനെ കുഴയ്ക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം ഞാൻ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് അതൊന്ന് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റേഷനും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ 10 മണിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഏകദേശം 10 മണിയായി. സൺഡേ അല്ലേ, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ റേഷനും ചെടിക്കൊക്കെ രാവിലെ വെള്ളം ഒഴിക്കുവാണ്. സാധാരണ വൈകിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം. അതുകൊണ്ട് ഞാൻ റേഷനും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറി മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് എല്ലാം സെറ്റാക്കുകയാണ്. സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആ നേരം കൊണ്ട് ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇത് നമ്മുടെ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചെയ്താട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയിട്ട് നമ്മുടെ 4 മുട്ട അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ അകത്തോട്ടൊക്കെ ഇതിൻ്റെ ഗ്രേവിയല്ലോ ഒന്ന് ജസ്റ്റ് മുട്ടയൊന്ന് വരഞ്ഞു കൊടുത്ത് പിച്ചാത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ട കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ചൊവ്വ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും കൊടുക്കാൻ പോവുകയാണ്. അവരവിടെ രാവിലെ പല്ലൊക്കെ തേച്ച് നല്ല സുട്ടപ്പിയായിട്ടൊക്കെ അവിടെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇടിയപ്പവും മുട്ടക്കറിയും കൊടുക്കട്ടെ. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും കഴിച്ചു. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മുടെ ആ വാഷ് ബേസിനകത്ത് കുറേ പാത്രങ്ങൾ വരുമല്ലേ, കുറേ അധികം പാത്രങ്ങൾ. അപ്പോൾ അതെല്ലാം ഇരുന്ന് കഴുകുകയാണ്. അപ്പോൾ ഇന്ന് റേഷൻ റെസ്റ്റാണ് കേട്ടോ, ഫുൾ റെസ്റ്റാണ്. അടുക്കളയിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം. അപ്പോൾ അതിനുള്ള സബോള, ബിരിയാണിക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം അല്ലേ സബോള. കുറേ വേണ്ടി വരും, നമ്മളിങ്ങനെ വറുത്തൊക്കെ ഇടുമല്ലോ, അതുകൊണ്ട് കുറേ വേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സബോള അരിഞ്ഞ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഇതൊക്കെ വറുത്തെടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം വെളിച്ചെണ്ണയിലാണ് സബോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഫ്രൈയിങ് പാൻ വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി സബോള ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അത്രയ്ക്ക് മസാലയൊന്നും ഇല്ലാത്ത, ഒട്ടും മസാലയില്ലാത്തൊരു ബിരിയാണി കേട്ടോ ഞാൻ വെച്ചത് ഈ പ്രാവശ്യം. ഇവിടെ കണ്ണൻകുട്ടന് മസാലയൊന്നും ഇഷ്ടമല്ല, പിന്നെ റേഷനും ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് റൈസാണ് കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന റൈസൊക്കെ ഒന്ന് കുതിർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ റൈസ് വേകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി പുതിയൊരു പാത്രം മേടിച്ചു കേട്ടോ. അതുകൊണ്ട് ഇപ്പം നേരത്തെ വെള്ളം തിളപ്പിച്ച പാത്രത്തിൽ ഇപ്പം എനിക്ക് റൈസ് വേവിക്കാം. പണ്ടൊക്കെ ഞാൻ റൈസ് വേവിച്ചുകൊണ്ടിരുന്ന ആ പാത്രത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒരു കലം ഉണ്ടായിരുന്നു എനിക്ക് വെള്ളം തിളപ്പിക്കാൻ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എത്ര നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും നമ്മുടെ കൂടെ അടുക്കളയിൽ കൂടെ കയറും കേട്ടോ. ഞായറാഴ്ച നമ്മുടെ റേഷന് മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു മാങ്ങാച്ചാർ റെഡിയാക്കാമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റൈസൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കി എടുക്കുമല്ലോ, അങ്ങനെ നമ്മുടെ
ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി. ബിരിയാണിയുടെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേറെ ഇട്ടേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ പപ്പടമുണ്ട്, കച്ചമ്പറുണ്ട്, നമ്മുടെ തട്ടിക്കൂട്ട് രായേഷൻ്റെ അച്ചാർ, മാങ്ങാച്ചാർ. നമ്മുടെ പൊന്നുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ രായേഷൻ്റെ മാങ്ങാച്ചാർ. അപ്പോൾ ഈ ബിരിയാണി ആയി. ഇനി ഞങ്ങൾ 4 പേരും കൂടി ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും. അപ്പോൾ വൈകിട്ടൊരു സ്ഥലത്തൊക്കെ പോകണം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്തൊക്കെ പോകണത്. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ പാത്രം. വെള്ളം തിളപ്പിക്കാൻ ഒരുപാട് വെള്ളം തിളപ്പിക്കണമല്ലോ, ഇനിയിപ്പോൾ ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് വലിയൊരു പാത്രത്തിലാണ് ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺഡേ ഉച്ച വരെ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. പുതിയ വീഡിയോ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം. ബായ്.